ജീവവൃക്ഷത്തിൻ്റെ ആ വൃക്ഷവും ആ ഫലവുമാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ നിന്ന് അവരെ പുറത്താക്കി ആ തോട്ടത്തിലോട്ട് ഉള്ള ആ വൃക്ഷത്തിലോട്ടുള്ള വഴി എന്ത് ചെയ്തു? അടച്ചു. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? വഴി. എന്തിലോട്ടുള്ള വഴി? ജീവവൃക്ഷത്തിലോട്ടുള്ള വഴി. യേശു വന്നിട്ട് അത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും. സ്തോത്രം. ഏതാ വഴിയെന്ന് പിന്നെ അതിന് ശേഷം അങ്ങോട്ട് ഒരു മനുഷ്യർക്ക് ഏതാ വഴിയെന്ന് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. വഴി, ആ കറക്റ്റ് വഴി ഏതാ? മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട വഴി, ജീവൻ കിട്ടിയിരുന്ന ആ വഴി അവർക്ക് എന്ത് ചെയ്തില്ല, പിന്നെ മനസ്സിലായില്ല. പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് വിശപ്പും ദാഹവും ദുഃഖവും പട്ടിണിയും കഷ്ടതയൊക്കെ ആയിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? ആ വഴി അറിയാതെ ശാപഗ്രസ്തരായിപ്പോയി. ആ വഴി അറിയാതെ പറഞ്ഞാട്ടെ, ആ വഴി അറിയാതെ എന്തായി? ശാപഗ്രസ്തരായി. തോട്ടത്തിൽ നിന്ന് ആ തോട്ടത്തിലേക്ക് മടക്കി ചെല്ലാൻ, ആ ജീവങ്കിലേക്ക് മടക്കി ചെല്ലാനുള്ള വഴി അറിയാതെ സകല മനുഷ്യരും എന്തായി തീർന്നു? ശാപഗ്രസ്തരായി തീർന്നു. സ്തോത്രം. നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചാൽ, നിങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതെങ്ങോട്ട് ചെല്ലും? ഹൃദയത്തിലോട്ട് ചെല്ലും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കുന്നത്, പറഞ്ഞുകൊണ്ട് കേൾക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും വായിലും പറയുമ്പോൾ നമ്മുടെ ചെവി കേൾക്കും, നമ്മുടെ ബ്രെയിൻ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് നമ്മുടെ അടുത്തല്ല അതിൻ്റെ എനർജി ഉണ്ടാകും. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നില്ലേ? നമ്മളൊരു ഒരു നിരാശരായിട്ടിരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അവർ സംസാരിച്ച് കഴിയുമ്പോൾ അവരെന്താകുന്നുണ്ട്? അവർ ഫ്രീ ആകുന്നുണ്ട്. അപ്പം ഈ സംസാരം എന്നൊക്കെ പറയുന്ന ഇതെല്ലാത്തിൻ്റെ പിമ്പിൽ ഓരോ ദൈവ പദ്ധതിയുണ്ട്. അതുകൊണ്ട് വചനമൊക്കെ പറയുമ്പോഴും ഒരു സ്തോത്രവും ഹല്ലേലൂയയും അപ്പം തന്നെ ആ വചനം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയൊക്കെ നമ്മൾ വാ തുറന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് ചെയ്യും? എനർജി ആയിട്ട്. ദൈവവചനമാണ്, അതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് നിറയുവാനിടയായിത്തീരും. അപ്പം അതുകൊണ്ട് മനുഷ്യൻ ആ വഴി, ആ ജീവങ്കിലേക്ക് പോകാനുള്ള വഴിയാണ് മനുഷ്യൻ എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടത്. അടഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ പരിണിത ഫലമാണ് വിശപ്പും ദാഹവും ദുഃഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ അതിനോട് ചേർത്താണ് വായിച്ചത്. യോഹന്നാൻ 6:27 നമ്മൾ വായിച്ചത്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. വേദപുസ്തകം തുറക്കുന്നവരെ ആദ്യം എടുക്കുന്നവരെ അതങ്ങ് വായിച്ചോണം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. കണ്ടോ? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക്. അപ്പൊ മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താ നഷ്ടപ്പെട്ടത്? നിത്യജീവനിലേക്കുള്ള നിലനിൽക്കുന്ന, അല്ലെ? ഏതേ തോട്ടത്തിൽ അതല്ലേ നഷ്ടപ്പെട്ടത്? അല്ലേ? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അതെങ്ങോട്ടുള്ളതായിരുന്നു? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കും അവൻ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം ഏതേൻ തോട്ടത്തിൽ നട്ട വൃക്ഷത്തിന്റെ ഫലം നഷ്ടപ്പെട്ടു എന്ന് തന്നെ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് എന്ത് ചെയ്യാണ്? അവൻ പറയാണ് നശിച്ചു പോകുന്ന. അപ്പൊ മനുഷ്യന് എവിടെയാ കുഴപ്പം പറ്റിയത്? പറഞ്ഞ മനസ്സിലായോ? മനുഷ്യൻ ഈ വഴി നഷ്ടപ്പെട്ടതിന് ശേഷം മനുഷ്യൻ പിന്നെ പോയ വഴികൾ മുഴുവൻ ഏതാണ്? നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ വഴി. ആ വഴി ആരാ കാണിച്ചു കൊടുത്തേ? അല്ലേ? ഏതേൻ തോട്ടത്തിൽ ആ നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ വഴി കാണിച്ചില്ലേ? നിങ്ങൾ ചിന്തിച്ചാട്ടെ. അല്ലേ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞപ്പോൾ നശിക്കുന്ന ആഹാരത്തിന്റെ വഴി അവർക്ക് കാണിച്ചു കൊടുത്തത് ആരാ? പിശാചാണ് ഹവ്വയ്ക്ക് നശിക്കുന്ന ആഹാരത്തിന്റെ വഴി കാണിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇത് മനോഹരമാണ്, ഇത് ശ്രേഷ്ഠമാണ്, ഇത് നല്ലതാണ്, നീ ഇത് കഴിച്ചോ, ഹല്ലേലൂയ, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് നശിച്ചു പോകുന്ന ആഹാരം എന്ത് ചെയ്തു? അവരെ കൊണ്ട് കഴിപ്പിച്ചത് കൊണ്ട് ആ നാശം, ആ വൃക്ഷത്തിനകത്തിരുന്ന നാശം. മനസ്സിലായോ? ആ വൃക്ഷത്തിന് അകത്തിരുന്ന നാശം ഭൂമിയിലെ സകല ചരാചരങ്ങളിന്മേലും അത് ശാപമായിട്ട് എന്ത് ചെയ്തു? വീണു. അല്ലേ? ആ വീണ ശാപം ഇന്ന് എല്ലാ ഭൂമിയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. മനുഷ്യൻ മുഴുവൻ ഇന്ന് തപ്പുന്നത് മുഴുവൻ എന്താണ്? നശിച്ചു പോകുന്ന, അന്ന് ഹവ്വയ്ക്ക് കാണിച്ചു കൊടുത്ത ആ സാത്താന്റെ പിൻപിലെ പദ്ധതിയുടെ
പുറകെയാണ് ഇന്ന് എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നേ, പോകുന്നേ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. മനുഷ്യരെന്നല്ല, പ്രസംഗികർ മുഴുവൻ, കൺവെൻഷൻ സ്റ്റേജുകൾ മുഴുവൻ, പ്രവാചകന്മാർ മുഴുവൻ, ഉപവാസ പ്രാർത്ഥനകൾ മുഴുവൻ, നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ, നമ്മുടെ വചനധ്യാനം പോലും ഇന്ന് എന്തിനു വേണ്ടിയായി? നശിച്ചു പോകുന്ന. അതാരാ ചൂണ്ടിക്കാണിച്ചു കൊടുത്തേ? പിശാച് ആർക്ക് കാണിച്ചു കൊടുത്തു? ഹൗവയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഇന്ന് ഭൂമി മുഴുവൻ ശാപഗ്രസ്തനായതും മനുഷ്യൻ മുഴുവൻ ശാപഗ്രസ്തരായതും. അതുകൊണ്ട് ആ വഴിയിലേക്കാണ് ഇന്നും ഹല്ലേലൂയ ആ ശാപത്തിന്റെ ഉടമസ്ഥനായ സാത്താൻ അവന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് വിശ്വാസികളെ പോലും ഈ നശിച്ചു പോകുന്ന ആഹാരത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ? ചൂണ്ടി ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നേ, അല്ലേ? അതുകൊണ്ട് ആ സാത്താനാണ് യേശുക്രിസ്തുവിന്റെ പരീക്ഷയിൽ യേശുവിന്റെ മുമ്പിൽ നിന്ന് വെച്ച് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്ക് എന്ത് ചെയ്യാം. പറഞ്ഞു മനസ്സിലായില്ല? ആ സാത്താനാണ് യേശുവിനോട് നശിച്ചു പോകുന്ന ആഹാരത്തെ കുറിച്ച് പിന്നെയും പരീക്ഷിക്കുകയാണ്. നീ ഈ കല്ലിനോട് അപ്പമാകാൻ പറ, അല്ല നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ല് അപ്പമാകട്ടെ, നിനക്ക് കഴിക്കാമല്ലോ എന്ന് യേശുവിനോട് ഈ നശിച്ചു പോകുന്ന ആഹാരം കാണിച്ച് അവനെ വീണ്ടും പരീക്ഷിക്കാൻ ഏദനിൽ പരീക്ഷിച്ച അതേ പിശാച് യേശുക്രിസ്തുവിന്റെ മുമ്പിലും വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ മനുഷ്യന് വേണ്ടിയത് എന്തായിരുന്നു? നിത്യജീവങ്കിലേക്ക് പോകുന്ന ആഹാരം. പക്ഷെ സാത്താൻ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്ന എന്താണ്? നശിച്ചു പോകുന്ന. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ എൻ്റെ ശരീരം നന്നാകണമെന്നും എനിക്ക് 5 ഏക്കർ വസ്തു വേണമെന്നും എനിക്ക് വീട് നന്നാക്കണമെന്നും ഹല്ലേലൂയ എൻ്റെ ഭൗതികത ശരിയാകണമെന്നും ഒക്കെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തെറ്റാണ്. നശിച്ചു പോകുന്ന ആഹാരം. ഏതെങ്കിലും പ്രവാചകൻ കണ്ണുമടച്ച് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പ് പറയാം, എനിക്ക് വേണ്ടിയത് നശിച്ചു പോകുന്ന ആഹാരമല്ല, എനിക്ക് വേണ്ടിയത് എന്താണ്? നിലനിൽക്കുന്ന എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വസ്തുവും വീടും സമ്പത്തും ജീവിതമൊന്നും വേണ്ടെന്നല്ല പറഞ്ഞേ. ഇതെല്ലാം നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ടിയത് എന്താ? പറഞ്ഞാട്ടെ. ഈ കുറയ്ക്കരുത്, വാ കൊണ്ട് കുറയ്ക്കുന്നു പറഞ്ഞാൽ ഞാനിവിടെ പ്രസംഗം നിർത്തേണ്ടി വരും. എന്താ പറയുന്നത്? നിത്യജീവങ്കിലേക്ക് പോണ്ടിയ ആഹാരം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അങ്ങ് നിർത്തിയാൽ മതി വിശ്വാസ ജീവിതം. ഈ പറയുന്ന വചനം തെറ്റാണെങ്കിൽ ഇവിടെ അങ്ങ് നിർത്തിയാൽ മതി വിശ്വാസ ജീവിതം. എനിക്ക് സ്വർഗം വേണ്ടെന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ തന്നെയാ പറയുന്നത്. സത്യം ഒരിക്കലും, സത്യത്തെ സത്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറച്ചു വെക്കാം. ആരുണ്ട്? അന്ന് ഹവ്വയെ ചതിച്ച പഴയ സർപ്പമായ പാമ്പും യേശുവിനെ പരീക്ഷിച്ച ഈ സാത്താനും ഈ പ്രോസ്പെരിറ്റി പറയുന്ന എല്ലാ സുവിശേഷത്തിന്റെ പിറകിലും ഉണ്ട് എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയേണ്ടി വരും. ഒന്നുകൂടെ ആ വാക്യം വായിച്ചാട്ടെ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കും. അപ്പൊ പ്രവർത്തിക്കേണ്ടത് എന്തിനാ? പറഞ്ഞേട്ടത് എന്തിനാ? പ്രവർത്തിക്കാന്ന് പറഞ്ഞ എന്താണ്? പ്രവർത്തിക്കാന്ന് പറഞ്ഞ എന്താണ്? ജോലി ചെയ്യുക, പണിയെടുക്കുക, അല്ലേ? തോട്ടത്തിൽ വേല ചെയ്യുവാനും അത് കാക്കാനും അവരെ എന്ത് ചെയ്തു? അത് ആര് കൊടുത്ത വേലയാ? ആ വേലയെ ഇന്ന് നമ്മൾ കാണുന്ന ഈ പല ജോലികളുമായിട്ട് മാച്ച് ചെയ്യുന്ന പലരും ഉണ്ട്. അത് തെറ്റാ. എന്താ പറഞ്ഞേ? ആ വേലയെ തോട്ടം കാപ്പാനും പറഞ്ഞാട്ടെ, പിന്നെ കായ്പാനല്ല, തോട്ടം കാപ്പാനും. തോട്ടത്തിൽ എന്താ വേല? എന്തോ വേലയാന്ന് അവിടെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്തോ വേലയാണെന്നും അവർക്ക് തൂമ്പയും പിക്കാസും ഒന്നും കൊടുത്തായിട്ടൊന്നും അവിടെ പറയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന പല വേലകളും അല്ല തോട്ടത്തിലെ വേല. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല വേലകളും, ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ വേലകളും നമ്മളെ ലോകത്തിൽ ബിസിയാക്കുകയും ദൈവത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യാണ്?
അകറ്റുകയും ചെയ്യുകയാണ്. അവിടെ തോട്ടത്തിൽ കൊടുത്തിരുന്ന വേല ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുകയും, അല്ലേ, തോട്ടത്തിലെ വേലയിൽ അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന വേലയല്ലായിരുന്നു, ദൈവത്തിങ്കലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വേലകളായിരുന്നു. പറഞ്ഞാട്ടെ, തോട്ടത്തിലെ എല്ലാ വേലയും എങ്ങോട്ടുള്ളതാണ്? ദൈവത്തിങ്കലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വേലകളായിരുന്നു. സംശയമുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞാട്ടെ. വേലകളായിരുന്നു തോട്ടത്തിൽ. ഒക്കെ പറയടി, തോട്ടത്തിൽ. പക്ഷെ ഇന്നുള്ളതോ? പ്രാർത്ഥിക്കാൻ സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല, പള്ളിയിലിരിക്കാൻ സമയമില്ല, ദശാംശം കൊടുക്കാൻ സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല, സമയത്ത് വരാൻ സമയമില്ല. പാസ്റ്റർക്കടക്കം വിശ്വാസികൾക്കും സമയത്ത് വരാൻ സമയമില്ല. എല്ലാവരും എവിടെയാണ്? നിങ്ങളെ മാത്രം പറയുന്നത് എന്തിനാ പറയുന്നത്? നമ്മൾ ഭജനമല്ലേ പറയുന്നത്, അതിനെന്താ സംശയം? ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എല്ലാവരും എവിടെയാണ്? ദൈവത്തിങ്കലേക്ക് കേന്ദ്രീകരിക്കാതെ ലോകത്തിലേക്ക് സമയം കൊടുക്കുന്ന വേലയിൽ മനുഷ്യർ മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? ചുരുങ്ങിയിരിക്കുന്നു. പക്ഷേ ദൈവം കൊടുക്കുന്ന വേല ഒരിക്കലും, ഹല്ലേലൂയ, അതേ ദൈവത്തിങ്കലേക്ക് ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന വേലയല്ല, ദൈവത്തിങ്കലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന വേലയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തുന്നതോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ടാണ് സഭയിൽ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഒരു പ്രാർത്ഥന നഷ്ടപ്പെടുന്ന ദിവസം നിങ്ങൾ ചിരിച്ചോണ്ടല്ല ഡ്യൂട്ടിക്ക് പോകേണ്ടത്, നിങ്ങൾ കരഞ്ഞോണ്ട് എന്ത് ചെയ്യണം? പോകണം. എന്താണെന്നറിയോ? ദൈവമേ, പാപമുള്ള ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് വേണ്ടി ഇരിക്കാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, ദൈവത്തിന് വേണ്ടി നടക്കാൻ, ദൈവത്തിന് വേണ്ടി നോക്കാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ എന്നൊരു കരച്ചിൽ നിനക്കുണ്ടെങ്കിൽ നീ ഓർത്തോണം, ദൈവത്തെ ശ്രദ്ധിക്കാനുള്ള വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ഈ മർമ്മം മനസ്സിലാക്കിയിരിക്കണം. ഏതാണ്? ദൈവത്തോട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അതാണ് ഏദെൻ തോട്ടവും, അതാണ് യേശു ഇന്ന് വസിക്കുന്ന, നമ്മളിൽ വസിക്കുന്ന, നമ്മുടെ കൂടെ വസിക്കുന്ന ഇന്നത്തെ ഭൂമിയും അതാണ്. ഇനിയും വരുവാനുള്ള ആകാശവും ഭൂമിയും ഇനി സ്വർഗവുമെല്ലാം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. കൊണ്ട് നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ പുറകെ ഓടുവാനായിട്ടല്ല, അതിന്റെ പിന്നാലെ നടക്കുവാനായിട്ടല്ല, അതിനു വേണ്ടി മരിക്കുവാനായിട്ടല്ല. ഇന്ന് പകൽ ദൈവം പറയുകയാണ്, നിത്യജീവനിലേക്ക് ഉള്ള ആ ജീവനായിട്ട് ഇന്ന് പകൽക്കാലം നീ അതിന്റെ പിറകെ അനുഗമിക്കാൻ തുടങ്ങട്ടെ. യേശു നിന്റെ അകത്ത് വന്നത്, അതിനാ യേശു നമ്മളിൽ വന്നത്, അതിനാ യേശു സഭയെ ഉണ്ടാക്കിയത്, അതിനാ യേശു ഇടയനെ നൽകിയത്, അതിനാ യേശു ഇടയന്മാരെ നൽകിയത്, അതിനാ അധ്യക്ഷന്മാരെ നൽകിയത്, അതിനെ പ്രവാചകന്മാരെ നൽകിയത്. എന്തിനാ ഇതൊക്കെ നൽകിയത്? യേശുവിങ്കലേക്ക് എല്ലാവരും നശിച്ചു പോകുന്ന ആഹാരത്തിലേക്ക് നോക്കാനല്ല, നിത്യജീവങ്കലേക്ക് പൊങ്ങി നിലനിൽക്കുന്ന ആഹാരത്തിലേക്ക് നോക്കാനാണ് ദൈവം ഇതെല്ലാം എന്ത് ചെയ്തത്. പക്ഷെ ഇതിനെല്ലാം ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദുരുപയോഗം ചെയ്യുന്നതിന്റെ പിൻപിൽ ആരാ? ആദ്യ ആദാമിനെ പരീക്ഷിച്ചതും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചതുമായ മറ്റൊരു സ്പിരിറ്റ് ഇന്ന് ആത്മീയതയിൽ വ്യാപരിച്ച് മനുഷ്യനെ മുഴുവൻ ഭൗതികതയാ എന്ത് ചെയ്യുന്നേ? മനസ്സിലാകുന്നില്ലേ? മനുഷ്യനെ മുഴുവൻ കാണിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് ഞാനത് പറയുമ്പോൾ തെളിഞ്ഞു വരും. ഇങ്ങനെ ബ്രെയിൻ തുറന്നു വേണം കേട്ടോ. ഹൃദയത്തിൽ നിന്ന് തെളിഞ്ഞാലേ ഈ തലയിൽ ഇത് തെളിയുള്ളൂ. ഈ തലയിൽ ഇത് തെളിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഒരു കേടുമില്ല. നിങ്ങൾക്ക് പൗലോസിനെ പോലെ പറയാൻ പറ്റും, എല്ലാം ചപ്പെന്നും. അതാ പരിശുദ്ധാത്മാവിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ. എല്ലാം ചപ്പെന്നും എല്ലാം ഉണ്ടെങ്കിലും ഹല്ലേലൂയ. ഇനിയും നീ രാജകൊട്ടാരത്തിനകത്ത് ഇരിക്കുകയാണെങ്കിലും നെഹമ്യാവിനെ പോലെ ആ മുഖത്തൊരു സന്തോഷമൊന്നും കാണത്തില്ല. എന്താണെന്നറിയോ? അവന്റെ മനസ്സ് മുഴുവൻ ആരാണ്? നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന
ദൈവത്തിന്റെ ആലയവും ദൈവരാജ്യവും ഒക്കെയാ. ഹല്ലേലൂയ. ദാനിയേലിനെ പോലെ എവിടെ ഇരുന്നാലും, ഏത് സ്ഥാനത്തിരുന്നാലും, ഏത് സിംഹാസനത്തിലിരുന്നാലും, യോസേപ്പിനെ പോലെ ഇനി മന്ത്രിയാക്കിയാലും എന്തെല്ലാം കൊണ്ടുവന്നാലും അവർക്ക് ഒരേ ഒരു ചിന്തയെ കാണത്തുള്ളൂ, ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞൊരു ചിന്തയെ കാണത്തുള്ളൂ. നശിച്ചു പോകുന്ന ആരൊന്നും കിട്ടുമ്പോൾ അവർക്ക് വലിയ സന്തോഷമൊന്നും, ആ ജോലിയൊന്നും കിട്ടുമ്പോൾ വലിയ സന്തോഷമൊന്നും, ഓവർ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കുറച്ച് കാശൊന്നും കൊണ്ടുവരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമൊന്നും കിട്ടത്തില്ല. എൻ്റെ ആത്മാവിൻ്റെ വിശപ്പ് മാറാൻ ആ അപ്പം ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്കങ്ങ് ആനന്ദം വരുവാനിടയായിത്തീരും. നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ പുറകെയല്ല, കർത്താവിന്റെ പുറകെ ഈ പുതിയ വർഷം ദൈവം ദാനമായിട്ട് തരികയാണെങ്കിൽ, ഈ പുതിയ വർഷം നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ പുറകെയല്ല, ലോകത്തിന്റെ പുറകെയല്ല, സമ്പത്തിന്റെ പുറകെയല്ല, ഈ ലോകത്തിന്റെ ശരീരത്തിന്റെ പുറകെയല്ല, യേശുവിന്റെ പുറകെ ഞാൻ നടക്കുമെന്ന് പറഞ്ഞ് ഇന്ന് പകൽ നീ തീരുമാനം എടുത്തു വേണം. പുതിയ വർഷത്തിലെ നിന്റെ വഴികൾ ദൈവം നിനക്ക് നേരെയാക്കി തരും. പ്രൈസ് ദി ലോർഡ്. അടഞ്ഞുപോയ വഴികൾ എന്ന് പറയുന്നത് യേശുവിനെ കാണാതെ വണ്ണം നിന്റെ കണ്ണ് കുരുടാക്കിയത്, യേശുവിനെ കാണാതെ വണ്ണം നിന്റെ ബ്രെയിൻ കുരുടാക്കിയത്, യേശുവിനെ രുചിച്ചറിയാൻ കഴിയാതെ വണ്ണം നിന്റെ മനസ്സിനെ വ്യാകുലമാക്കിയത്, നിന്നെ മാനസികമായി തകർത്തത്, നിന്റെ ജീവനെ ത്യജിച്ചത്, തകർത്ത് കളഞ്ഞത്, അതിനെ എല്ലാം ഹല്ലേലൂയ യേശുവിലൂടെ എന്റെ കർത്താവ് മടക്കി തരുന്ന ഒരു പുതിയ വർഷമാക്കി 2026 ദൈവം ദാനമായി നൽകിയാൽ നിനക്കായി ദൈവം തീർക്കാൻ പോകുകയാണ്. നീ അല്ലെങ്കിൽ ഈ വചനം ധ്യാനിച്ചോണം. പ്രൈസ് ദി ലോർഡ്. കളയരുത്. കർത്താവിനെ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. ദൈവത്തിങ്കലേക്ക് മുറുകെ പിടിച്ചോണം. ദൈവത്തിങ്കലേക്ക് അടുത്തോണം. യേശുവിങ്കലേക്ക് അടുത്തോണം. നിന്റെ താളം തെറ്റാൽ അവൻ നിന്നെ അനുവദിക്കത്തില്ല. നീ കുത്തേണ്ടിടത്ത് കാല് കുത്തും, നീ നിൽക്കേണ്ടിടത്ത് നിൽക്കും, നീ പറയേണ്ടത് പറയും, നീ ചെയ്യേണ്ടത് ചെയ്യും. അതിനായി നിന്റെ അകത്തുള്ള ആ ജീവൻ നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ഞങ്ങൾ ക്ഷയമെടുക്കുകയാണ്. ആ ജീവൻ അതിനായി നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനേക്കുള്ള ഫോക്കസിങ് എല്ലാം എന്ത് ചെയ്തോണം? എല്ലാ ഫോക്കസിങ്ങും എന്ത് ചെയ്തോണം? വിട്ടോണം. നശിച്ചു പോകുന്ന ആഹാരത്തിനുള്ള ഫോക്കസിങ് വിട്ടേച്ചേ. ആ ഫോക്കസിങ് വിട്ടാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആകാശത്തിലെ പറവയെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ലെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരും പുലർത്തും. അതിന് യോസേഫിനെ മന്ത്രിയാക്കണമെങ്കിൽ ആക്കും, അതിന് ദാനിയേലിനെ 3-ാം സ്ഥാനത്ത് ആക്കണമെങ്കിൽ ആക്കും. സ്തോത്രം. അതിന് മറിയെ തെരഞ്ഞെടുത്ത പോലെ തെരഞ്ഞെടുക്കണമെങ്കിൽ തെരഞ്ഞെടുക്കും. പത്രോസിനോട് പറഞ്ഞ പോലെ ബെരിയോന ശീമോനെ നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവനോട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ പണിയും നിന്നിലൂടെ, എന്റെ സഭയെ ഞാൻ പണിയുമെന്നാ പറയുന്നേ. അതിന് ദൈവസഭയെ പണിയാൻ ആദ്യത്തെ കണ്ണിയാക്കി പത്രോസിനെ എന്ത് ചെയ്തു? മാറ്റുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നിൽക്കുന്നവരെ ദൈവം എന്ത് ചെയ്തോളും? തെരഞ്ഞെടുക്കും. ദൈവം അതിന് ഒരുക്കും. ദൈവം അവരെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ശൗലിനെ അഭിഷേകം ചെയ്തില്ലേ? ദാവീദിനെ അഭിഷേകം ചെയ്തില്ലേ? ശലോമോനെ ചെയ്തില്ലേ? ആരെയൊക്കെ എവിടൊക്കെ അത്തിപ്പഴം പറക്കിക്കൊണ്ട് നടന്നവരെ ഒക്കെ, ജീവിതത്തിൽ എന്തെല്ലാം വേദനയ്ക്കകത്ത് നടന്നവരൊക്കെ കർത്താവ് തെരഞ്ഞെടുത്തേച്ച് അവരെ അങ്ങോട്ട് ദേശത്താക്കി വെച്ചില്ലേ? എന്തിനാ ആക്കി വെച്ചത്? നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ ഉണ്ടാക്കാൻ. യേശു നമ്മുടെ അകത്ത് വാസം ചെയ്ത് നമ്മളെ ദേശങ്ങളിൽ നിർത്താൻ പോകുകയാണ്. പുതിയ വർഷങ്ങളിൽ ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നു. പുതിയ മാസങ്ങളിൽ ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ കർത്താവെ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ആ നീരുറവയ്ക്ക് ആഹാരത്തിനായിട്ട് ഇത് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവസ്ഥലിൽ പറയുവാൻ കഴിയും? തീരുമാനമെടുക്കാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വായിച്ചാട്ടെ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സഭാപ്രസംഗികളുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാട്ടെ. സഭാപ്രസംഗി 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. മനുഷ്യന്റെ പ്രയത്നമെല്ലാം എന്തിനു വേണ്ടിയാണ്? അവന്റെ വായ്ക്ക് വേണ്ടിയായിരുന്നു ആകുന്നു. നമ്മൾ ഈ വായ്ക്ക്
രുചിയില്ലാത്ത എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുമോ? പറഞ്ഞാട്ടെ. പാവയ്ക്കൊക്കെ നല്ല വിറ്റാമിനുള്ള സാധനമാണ്. പക്ഷെ നമ്മുടെ പിള്ളേർക്കൊന്ന് കൊടുത്തേ, കഴിക്കുമോ? സ്തോത്രം. എന്നാൽ ഈ ബർഗറും പെപ്സിയും കോളയും ഒക്കെ മനുഷ്യൻ ഇതുപോലെ നശിപ്പിക്കുന്ന സാധനം അത് കൊടുത്ത് അവരെന്ത് ചെയ്യും? അത് വലിച്ചു കുടിക്കും. സ്തോത്രം. മനുഷ്യന്റെ പ്രയത്നമെല്ലാം എന്തിനാ? അവന്റെ വായിക്ക് സ്തോത്രം ചെയ്താട്ടൊന്നുകൂടെ. അപ്പൊ ഈ ആഹാരം എല്ലാം എന്തിനാണ്? വായിക്ക്, വായുടെ രുചി കൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്? കഴിക്കുന്നത് അല്ലേ? നിങ്ങൾ നാട്ടിൽ നിന്ന് അല്ല, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് മേടിച്ചുകൊണ്ട് വന്നു, വായിലോട്ടിട്ട് ആദ്യത്തെ പൊളിച്ചു, ഇച്ചിരി പുളിയാ, ഉടനെ നിങ്ങൾ എന്ത് ചെയ്തു? അടുത്ത ഓറഞ്ച് എടുത്തു, ഉടനെ എന്ത് ചെയ്തു? നല്ല മധുരമാ, ഉടനെ എന്തായി? ആ പുളിയുടെ എഫക്റ്റ് നിങ്ങൾ നോക്കണേ മുഖത്ത് അല്ലേ? എന്നാ മധുരത്തിന്റെ എഫക്റ്റ് നിങ്ങൾ നോക്കണേ, എന്തായി? ആനന്ദമായി, സന്തോഷമായി, നല്ല മധുരമായി. ആ ശബ്ദവും അതിനനുസരിച്ച് എന്ത് ചെയ്തു അല്ലേ? പുതിയ നിയമത്തിൽ പറയുന്ന പോലെ ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോട് കൂടിയതുമായ ശബ്ദങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത്? ടേസ്റ്റ് കിട്ടുമ്പോഴായി വരുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ തന്നെ പറയണം. ടേസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മുടെ വായിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്? ഇപ്പം ഈ വായിൽ നിന്നൊക്കെ ആവശ്യമില്ലാത്ത വാക്ക് വരുന്നതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? എന്താ? സ്തോത്രം. ടേസ്റ്റ് നമ്മുടെ ആത്മാവിന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഹൃദയത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത വേടുകളും വാക്കുകളും ഒക്കെ വരുന്നത്. കോപിക്കുന്നവരും കുറ്റം പറയുന്നവരും വഴക്കുണ്ടാക്കുന്നവരും അടിപിടി ഉണ്ടാക്കുന്നവരും കുടുംബക്കലഹം ഉണ്ടാക്കുന്നവരും ഒക്കെ ഓർത്തോണം. നിങ്ങളുടെ മുഖഭാവം മാറുന്നത്, ഈ കൃപയില്ലാത്ത വാക്ക് വരുന്നത്, ഈ സീറ്റല്ലാത്ത വാക്ക് വരുന്നത്, ഇതെല്ലാം വരുന്നതിന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഹൃദയത്തിന് ആനന്ദം ഇല്ലാത്തത് കൊണ്ടാ. പറഞ്ഞ മനസ്സിലായില്ലേ? ആ ടേസ്റ്റ് ഇല്ല. ആ ടേസ്റ്റിന്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മുടെ മുഖത്തുകൂടെയും ഇത് നമ്മുടെ വായിലൂടെയും എല്ലാം എന്ത് ചെയ്യുന്നു? വെളിയിൽ വരുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന ആഹാരം കഴിച്ചിട്ടും നമ്മൾ വഴക്കുണ്ടാക്കുന്നു, അടിപിടി ഉണ്ടാക്കുന്നു, കലഹം ഉണ്ടാക്കുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നുണ പറയുന്നു, ആവശ്യമില്ലാത്ത കാണുന്നു, കേൾക്കുന്നു, പ്രവർത്തിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഈ നശിച്ചു പോകുന്ന ആഹാരം കഴിച്ചിട്ടും ഈ കുറവുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഹല്ലേലൂയ. ഈ കുറവുകൾ മാറണമെങ്കിൽ ഏത് കഴിക്കണം? നിത്യജീവങ്കിലേക്ക്. അപ്പം മനുഷ്യന്റെ പ്രയത്നം എല്ലാം എന്തിനാണ്? അവന്റെ വായുടെ ടേസ്റ്റിന് വേണ്ടിയാണ്. ഈ പ്രയത്നം കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതെല്ലാം അകത്തെ പാപത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്. എന്നോട് പറഞ്ഞാട്ടെ, നീ പറയണേ, പറഞ്ഞാട്ടെ. ഈ ടേസ്റ്റ് കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതെല്ലാം അകത്തെ പാപത്തെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഉപവസിക്കാൻ പറഞ്ഞത്. അങ്ങനെ പുറത്തെ മനുഷ്യൻ അങ്ങോട്ട് ഇല്ലാതാകുമ്പം പാപത്തിന്റെ വേരില്ലാതാവും. പറഞ്ഞു മനസ്സിലായല്ലേ? ദരിദ്രന്മാർക്ക് നോക്കി എന്തൊരു ദയ, എന്തൊരു കരുണയാ. അവരെ ഒന്നടിച്ചാൽ അവർ തിരിച്ചൊന്നും അടിക്കത്തില്ല. അവരുടെ ദാരിദ്ര്യമാണ് അവരുടെ സ്വഭാവത്തെ എന്ത് ചെയ്തത്? മാറ്റിയത്. കരങ്ങൾ ഉയർത്തുന്നോട് സ്തോത്രം ചെയ്താൽ ദൈവം രണ്ട് കാര്യങ്ങളിലൂടെ നമ്മളെയൊക്കെ മാറ്റും കേട്ടോ. അതിനാണ് ഈ പുതിയ നിയമത്തിലെ കഷ്ടത എന്ന് പറയുന്നത്. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. എന്നിട്ട് നമ്മുടെ സ്വഭാവത്തെ മാറ്റും. ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കാൻ ഒരുക്കും. രണ്ടാമതൊരു കാര്യമുണ്ട്. എത്ര നീ ധനവാനായിരുന്നാലും നീ അതിനെ ചപ്പും ചവറും എണ്ണിയാൽ നീ ക്രിസ്തുവിനെ പോലെ ആവും. രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. പുതിയ നിയമത്തിനകത്ത് രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഭയങ്കര മാർഗ്ഗമായി പറയുന്ന കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞേ? ഈ വായുടെ തൃപ്തി കൊണ്ട് നമുക്കുണ്ടായ എല്ലാ മേധസ്സിനെയും മാറ്റാൻ ദൈവം ഒന്നെങ്കിൽ നിന്നെ ദരിദ്രനാക്കി നിന്നെ ശരിയാക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ എല്ലാ സമ്പത്തും ചപ്പൊന്നും ചവറൊന്നും എണ്ണാനുള്ള ജ്ഞാനം കിട്ടിയാൽ ഇസ്രായേലിനെ എത്ര പ്രാവശ്യം ജാതികളുടെ കയ്യിൽ കൊടുത്തില്ലേ? എന്തിനാ കൊടുത്തേ? അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ. അവിടെ കിടന്ന് ഊഴിയ വിചാരന്മാരുടെ കയ്യിൽ കഷ്ടപ്പെട്ട് നിലവിളിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ദൈവത്തെ ഓർത്തു. രാജാക്കന്മാരെ ദൈവം നിർത്തിച്ചു, ന്യായാധിപന്മാരെ നിർത്തിച്ചു. അവരുടെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്തു? മടക്കി കൊണ്ടുവരുന്നു. പക്ഷേ ഇയ്യോബിനെ ഫറവോന്റെ കയ്യിലോ മിദ്യാന്റെ കയ്യിലോ ഫിലിസ്ത്യന്റെ കയ്യിലോ വല്ലതും ഏൽപ്പിച്ചോ? ഒന്നും ഏൽപ്പിച്ചില്ല. അവനെ നേരെ സാത്താന്റെ കയ്യിലോട്ട് എന്ത് ചെയ്തു? കൊടുത്തു. നീ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
ഇസ്രായേൽ തോറ്റ പോലെ ഇയ്യോബ് തോറ്റോ? പറഞ്ഞാട്ടെ, ഇയ്യോബ് തോറ്റോ? എന്താ അവൻ തോക്കാഞ്ഞേ? അവനെല്ലാം ചപ്പെന്നും നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന എന്താ? നിന്നെക്കാട്ടിലൊക്കെ 1000 മടങ്ങ് വലുതാ എൻ്റെ യഹോവ, എൻ്റെ ദൈവം എന്ന് ഇയ്യോബിന് ജ്ഞാനം ഉണ്ടായി. പ്രീസ് ലോർഡ്. നമ്മൾ വായിച്ചത് എന്താ? വായിച്ചത് മനുഷ്യന്റെ പ്രയത്നമെല്ലാം അവന്റെ. അപ്പൊ നമ്മൾ ഈ ഓട്ടം എല്ലാം എന്തിനാ? ഉറക്കെ പറഞ്ഞാട്ടെ, എന്തിനാ? നമ്മുടെ വായിക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്, ആഹാരത്തിനായിട്ടുള്ള ഓട്ടമാണ്. നമ്മുടെ മക്കളെയും കുടുംബത്തെ ഒക്കെ ഒത്തിരി വായെ ടേസ്റ്റ് ആക്കാൻ, ഒത്തിരി പേരെ ഈ ലോകത്ത് നിലനിർത്താനുള്ള ഓട്ടമാണ് ഈ ലോകത്തിൽ നമ്മൾ നടക്കുന്നത് മുഴുവൻ. ഇന്നലെ നമ്മൾ വായിച്ചതാണ് അല്ലേ? ഹഗ്ഗായി 1:6. വേഗം വായിക്കണേ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല? പൂർത്തി വരുന്നില്ല. അടുത്തത്, നിങ്ങൾ കുടിച്ചിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ട് ഒരു കുളിർ മാറുന്നില്ല. ഓട്ടസഞ്ചിയിലിടാൻ കൂലി വാങ്ങുന്നു. അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികൾ കണ്ടോ? അവിടെയാണ് പ്രശ്നം. നമ്മുടെ വഴികളെല്ലാം വായിക്ക് വേണ്ടിയുള്ള, അങ്ങനെ പറഞ്ഞാട്ടല്ലേ, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നമ്മുടെ വഴികളെല്ലാം എന്താണ്? വായിക്ക് വേണ്ടിയുള്ള വഴികളാണ്. നമുക്ക് നഷ്ടപ്പെട്ട വഴി ഏതാണ്? ആ നിത്യജീവന്റെ വഴി, അല്ലെങ്കിൽ ഏതേന്തോ ഓട്ടത്തിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ആ ഫലം അത് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് നഷ്ടപ്പെട്ടു എന്ന വചനം പറഞ്ഞു. നിങ്ങളുടെ വഴികളെ എന്ത് ചെയ്യുവീൻ? നിങ്ങൾ വിചാരിച്ചു നോക്കുവീൻ. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യം വായിക്കാം. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 32. 6-ാം അധ്യായം 32-ാം വാക്യം. യേശു അവനോട് 6-ാം അധ്യായം സ്വർഗത്തിൽ നിന്നുള്ള അപ്പം. യേശു ആരാണ്? യേശു ആരാണ്? വായിച്ചാട്ടെ. മോശയല്ല. നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവത്രേ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ദൈവത്തിന്റെ അപ്പം ആരാണ്? സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുത്തത് ആരാണോ അതാണ് സ്വർഗത്തിന്റെ അപ്പം. ലോകത്തിന് ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാല് അല്ലേ, വഴിയില്ലാതെ തപ്പിത്തഴിയുന്ന ഒരുത്തിനോട് കർത്താവ് പറയുന്നവരാണ്, ഞാനാണ് ലോകത്തിന്റെ വഴി. കിട്ടിയില്ലേ? ജീവൻ കിട്ടിയില്ലേ? ഹല്ലേലൂയ. യേശു പറയാണ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. കിട്ടിയില്ലേ ജീവൻ? ലോകത്തിന് ജീവനെ കിട്ടിയില്ലേ? ഇനി ഒറ്റ കാര്യങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. അതാണ് വഴി എന്ന് നീ എന്ത് ചെയ്താൽ മതി? അതാണ് സത്യം എന്ന് നീ എന്ത് ചെയ്താൽ മതി? അതാണ് വചനം എന്ന് നീ എന്ത് ചെയ്താൽ മതി? ആ വചനം മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് വേണ്ടി നഷ്ടപ്പെട്ടത് ഏതേനിൽ എന്ത് നഷ്ടപ്പെട്ടോ അത് മടക്കി തരാൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു എന്ന്, എന്റെ വാതിൽക്കൽ മുട്ടുന്നു എന്ന് നീ വിശ്വസിച്ചാ മതി. നീ തുറന്നാ മതി. അവൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കുന്ന വചനം പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഉയർത്തുന്നോട് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ആരാണ് അപ്പം? യേശുക്രിസ്തു അപ്പം. ഹല്ലേലൂയ. ആരാ ജീവന്റെ ഫലം? ഈ അപ്പം കഴിക്കുന്നവനെല്ലാം എന്ത് ചെയ്യും? എന്നെ തിന്നുന്നവൻ, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നവൻ എന്ത് കിട്ടും? ജീവൻ കിട്ടും. എന്നെ തിന്നുന്നവൻ, എന്താ വ്യത്യാസം? അല്ല വ്യത്യാസമുണ്ടോ? സ്തോത്രം ചെയ്താട്ടെ. ഒരു വ്യത്യാസവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നെ തിന്നുന്നവൻ, അവിടെ അത് തന്നെയല്ലേ പറഞ്ഞേ, ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാ മതി, നിങ്ങൾക്ക് ഒരു കേടും. അനന്ത ജീവൻ, അനന്ത ജീവൻ അല്ലേ? ഇന്ത്യയിൽ പറഞ്ഞാൽ അനന്ത ജീവൻ. എന്തുവാണ് പറഞ്ഞേ? നിത്യ ജീവൻ. അപ്പൊ ആരാണ്? അവിടെ തോട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഫലം ആരിലൂടെ തിരിച്ചു കിട്ടി? അന്ന് മരം, വൃക്ഷം എന്ന് പറയുന്ന ഒരു പേരിലൂടെ മനുഷ്യന് ജീവൻ കൊടുത്തുന്നെങ്കിൽ ഇന്ന് യേശു എന്ന് പറയുന്ന മനുഷ്യ ശരീരമായി ലോകത്തിൽ ജഡമായി വന്ന് ആ നാമത്തിലൂടെ മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ വരുമെന്നാ പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ. ആരാ കാര്യസ്ഥൻ?
ആരാ കാര്യസ്ഥൻ? ആ പരിശുദ്ധാത്മാവ് ആരാ? യേശുവിന്റെ ഉള്ളിലിരുന്ന ആത്മാവ്. അതാ അവനെ മരിച്ചവരിൽ എന്ത് ചെയ്തേ? ഉയർപ്പിച്ചത്. ഹല്ലേലൂയ. ആദം ഹവ്വയും തോറ്റുപോയെങ്കിൽ ഇന്ന് നമ്മുടെ അകത്തിരുന്ന് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. ആ അപ്പത്തെ നീ എന്ത് ചെയ്താ മതി? നീ കഴിച്ചാ മതി. ആ അപ്പത്തെ കഴിച്ചാ മതി എന്ന് പറയുമ്പോ എന്താ? ആ അപ്പത്തെ കുറിച്ച് ചിന്തിക്കുക. അത് കഴിക്കുക എന്ന് പറയുന്നതാണ് ചിന്തിക്കുക. ആ അപ്പത്തിൽ രസിക്കുക. ആ അപ്പത്തെ വായിൽ കൊണ്ടുവരിക. വാ കൊണ്ട് അതിനെ എന്ത് ചെയ്യുക? സംസാരിക്കുക. യേശുവിനെ കുറിച്ച് എന്ത് ചെയ്യുക? സംസാരിക്കുക. ചെവിയിൽ യേശുവിനെ കുറിച്ച് കേൾക്കുക. ചിന്തയിൽ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയല്ല, ഇതെല്ലാം നമ്മൾ സ്വീകരിക്കും അല്ലേ? റിസീവ് ചെയ്യുകയാണ് നമ്മളെ. ആരെ റിസീവ് ചെയ്യാണ്? നിങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് വേർഡിൽ എന്താണ്? റിസീവ്. അകത്തോട്ട് ചെല്ലുന്നതിനെയാണ് എന്ത്? അകത്തോട്ട് ചെല്ലുന്നതിനെയാണ് മലയാളത്തിൽ എന്ത് പറയുന്നത്? കഴിക്കുക എന്ന് പറയുന്നത് അല്ലേ? മനുഷ്യന് കഴിക്കാനുള്ള ഒരവയവം കണ്ണാണ്. കണ്ണിലൂടെ എന്ത് ചെയ്യാണ്? കണ്ണിലൂടെ ഹൃദയത്തിലോട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. ചെവിയിലൂടെ ഹൃദയത്തിലോട്ട്, ചിന്തയിലൂടെ ഹൃദയത്തിലോട്ട്. മനുഷ്യന് കഴിക്കാൻ ഒത്തിരി അവയവങ്ങളുണ്ട്. വായിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സ്തോത്രം. മനുഷ്യന് കഴിക്കാനുള്ള റിസീവ് ചെയ്യുന്ന പാർട്സുകളാണ് ഇതെല്ലാം. അപ്പോൾ യേശുവിനെ കഴിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? ബ്രെയിനിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് പോവുക. ചെവിയിലൂടെ കൊണ്ടുവന്ന് ഹൃദയത്തിലോട്ടാക്കുക. കണ്ണിലൂടെ കൊണ്ടുവന്ന് ഹൃദയത്തിലോട്ടാക്കുക. വായിലൂടെ കൊണ്ടുവന്ന്. വാഗോണ്ട് നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ, ആ സംസാരിക്കുന്ന, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വാഗോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ അകത്തോട്ട് എന്ത് ചെയ്യും? സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ടീച്ചർമാർക്ക് അറിയത്തില്ലേ? നിങ്ങൾ പഠിപ്പിച്ച് ഇപ്പൊ കുട്ടിയേക്കാൾ ജ്ഞാനം നിങ്ങൾക്കായില്ലേ? കാര്യം നിങ്ങൾ വായിക്കുകയും പറയുകയും ചെയ്യും തോറും എന്ത് ചെയ്തു? ആ കുറേ സാധനങ്ങൾ നിങ്ങളിലോട്ട് എന്തായി? റിസീവ് ചെയ്തു, സ്വീകരിച്ചു നിങ്ങളെ. അതിനാണ് കഴിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ യേശുവിനെ എന്ത് ചെയ്യുക? ആ അപ്പമാണ്. ആ അപ്പത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രെയിനിൽ കൊണ്ടുവരിക, ചെവിയിൽ കൊണ്ടുവരിക, കണ്ണിൽ കൊണ്ടുവരിക, ഹല്ലേലൂയ, വായിൽ കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ അകത്തേക്ക് ഇവനെ എന്ത് ചെയ്യുക? നമ്മൾ കഴിക്കുമ്പോ നമുക്ക് കിട്ടുന്ന എന്താണെന്നറിയോ? വലിയ ആനന്ദമാണ് കിട്ടുന്നത്. സ്തോത്രം ചെയ്താട്ടെ. അവിടെ നശിച്ചു പോകുന്ന ആഹാരം കണ്ണി കൊണ്ടുവരരുത്. ലോകത്തെ കണ്ണി കൊണ്ടുവരരുത്. അതിനൊക്കെ വേറെ ബ്രാഞ്ചുകളുണ്ട്. കർത്താവ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചെവി, നിങ്ങളുടെ വായ ഒക്കെ ഉണ്ട്. ഇതിനൊന്നും നമ്മളെ ലൗകികതയെ ഇത് റിസീവ് ചെയ്യരുത്. എപ്പോഴും റിസീവ് എന്തിനെ ചെയ്യണം? ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ഈ ജീവനെയും ആ ജീവന്റെ ഫലത്തെയും പുതിയ നിയമത്തിൽ യേശുവായി വെളിപ്പെട്ട ആ യേശുവിനെ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ വായിൽ, നമ്മുടെ ചെവിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ പൂർണ്ണരാകും. നീ റിസീവ് ചെയ്യാൻ തുടങ്ങിക്കേ. നിന്റെ പ്രാർത്ഥന മുറി തൊട്ട്, നീ നടന്നു പോകുന്ന ഇടം തൊട്ട്, നിന്റെ നിഴല് തൊട്ട്, നീ പോകുന്ന ഇടങ്ങളിലെല്ലാം ആ ദൈവശക്തി നിന്നിലൂടെ വ്യാപരിക്കാൻ തുടങ്ങും. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ കണ്ണില്, നമ്മുടെ കാലില്, നമ്മുടെ വഴികളില് എല്ലാം കർത്താവേ, അല്ല നിന്നെ നനയ്ക്കുവാൻ, നിന്നെ ചിന്തിക്കുവാൻ, നിന്നെ അറിയുവാൻ, നിന്നിലേക്ക് വരുവാൻ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവസ്ഥാനിൽ പറയും. നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥാനിൽ നമുക്ക് അടയ്ക്കാം. എല്ലാ ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും ദൈവസ്ഥാനത്തിൽ അടച്ചാട്ടെ. കർത്താവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നെ നനയ്ക്കുവാൻ, നിന്നെ ചിന്തിക്കുവാൻ, നിന്നെ പറയുവാൻ, നിന്നെ കേൾക്കുവാൻ, നീ എൻ്റെ ഹൃദയത്തെ, നീ എൻ്റെ മനസ്സിനെ, നീ എൻ്റെ ശരീരത്തെ ഏകാഗ്രമാക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവേ, അതിനുവേണ്ടി യേശുവേ, അതിനുവേണ്ടി നിത്യജീവനെ, അതിനുവേണ്ടി ജീവനെ നീ എൻ്റെ അകത്ത് വരണമേ എന്ന് ദൈവത്തോടൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ക്രിസ്തുവിൽ നിന്ന് നിന്നെ അകറ്റുവാൻ എന്തെല്ലാം ചിന്തകൾ അതിൻ്റെ മനസ്സിനകത്ത് കൊണ്ടുവന്നിടുന്നേ. ഈ ജീവങ്കിലേക്ക് നീ കടക്കാതിരിപ്പാൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിനക്കുള്ളത്. ഈ ജീവങ്കിലേക്ക് നീ പോകാതിരിപ്പാൻ എന്തെല്ലാം കഷ്ടതകളും നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളുമാണ് നിനക്ക് കൊണ്ടുവന്നിട്ടത്. ഈ ജീവങ്കിലേക്ക് നീ പോകാതിരിപ്പാൻ എന്തെല്ലാം രോഗങ്ങളും എന്തെല്ലാം തർക്കങ്ങളും എന്തെല്ലാം സംഭവങ്ങളുമാണ് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടത്. ആ പ്രശ്നങ്ങളെല്ലാം നീ കണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് നീ വിചാരിച്ചു. പക്ഷെ അതല്ല നിന്റെ പ്രശ്നം.
നിന്റെ പ്രശ്നം എന്താണെന്നറിയുവോ? ഹല്ലേലൂയ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനായിട്ട് നീ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. ആ ശ്രദ്ധയിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന്, ആ വഴിയിൽ നിന്ന്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ലോകത്തിനോ വരാനുള്ള ലോകത്തിനോ കഷ്ടതയ്ക്കോ നിന്ദയ്ക്കോ ആപത്തിനോ പരിഹാസത്തിനോ ചമ്മട്ടിക്കോ ജയിലിനോ നിയമങ്ങൾക്കോ വാഴ്ചകൾക്കോ ആപത്തിനോ ഇനി എന്തിനും എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ആ മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ആ യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. യേശുവിനോട് ഞാൻ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. എന്നെ പിരിക്കാൻ ആർക്കും കഴിയത്തില്ല. എന്റെ വായുടെ ടേസ്റ്റ് അല്ല, എന്റെ ശരീരത്തിന്റെ ടേസ്റ്റ് അല്ല. നിത്യജീവന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പറയാം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. ലോകം വേറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വേറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകാരാ ചേരും വരെ കാത്തിടണം. ഭാഗ്യകാരാ ചേരും വരെ കാത്തിടണം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂമിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ